ഈ വീഡിയോയിൽ യുഎസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് നോക്കുന്നത്. ഡോജ് കമ്മിറ്റിയിൽ നിന്നും എലോൺ മസ്ക് പുറത്തുപോയത് ശരിക്കും ട്രംപിന് കുറച്ച് ബാക്ക് ഫയർ ആവുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കോൺഗ്രസ്സിൽ വളരെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ 9.4 ബില്യൻ്റെ റിസഷൻ പാക്കേജുമായിട്ട് ബന്ധപ്പെട്ട ബില്ലാണ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസ്സിൽ ഇന്നലെ സബ്മിറ്റ് ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്രിട്ടിസൈസും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാക്ക് ടു ബാക്ക് ആർഗ്യുമെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. ഇത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ട്രംപിന് ഇപ്പോൾ ഈ ഒരു ഫണ്ട് ഷോർട്ടേജ്, വൈറ്റ് ഹൗസിൽ ഇപ്പോൾ ഈ ഒരു ഫണ്ട് ഷോർട്ടേജ് ഉണ്ട്. ഈ ഫണ്ട് ഷോർട്ടേജ് നികത്താൻ വേണ്ടിയിട്ട് US എയ്ഡ് ഫണ്ട് കട്ട് ചെയ്തതിൽ കുറച്ച് പൈസ ഉണ്ട്. അത് ഏതാണ്ട് 8.3 ബില്യൺ ആ ഒരു സൈഡിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ 1.1 ബില്യൺ മീഡിയ, US മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട മീഡിയ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് കട്ടിൽ ആ ഒരു എമൗണ്ട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്ത് ഏതാണ്ട് 9.4 ബില്യൺ വരും. അപ്പോൾ ഈ ഒരു 9.4 ബില്യൺ വകമാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിസഷൻ ബില്ല് ഇപ്പം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ ആർഗ്യുമെന്റ് നടക്കുന്നത്. ഈ ഒരു ബില്ല് ആർഗ്യുമെന്റ് ഒക്കെ കഴിഞ്ഞ് കോൺഗ്രസ്സിൽ വോട്ടിട്ട് പാസ്സായാൽ മാത്രമേ ശരിക്കും ഡൊണാൾഡ് ട്രംപിന് ഈ ഒരു ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ. ശരിക്കും ഒരു ഡോജ് കമ്മിറ്റി വന്നപ്പോഴത്തേക്കും 2 ട്രില്യൺ US-ന്റെ ഫെഡറൽ ഫണ്ട് അഥവാ ബ്യൂറോക്രസിയിൽ നിന്നും നമുക്ക് സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വാഗ്ദാനമായിട്ടാണ് ഈ ഡോജ് കമ്മിറ്റി തന്നെ രൂപീകരിച്ചത്. ഇപ്പോൾ ഡോജ് കമ്മിറ്റി അവിടെ ഉണ്ട്. ഈ ഡോജ് കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇല്ല. ഈ ഡോജ് കമ്മിറ്റിക്ക് ഈ ഡോക്യുമെന്റ്സ്, ലീഗലായിട്ടുള്ള ഡേറ്റ, അതായത് US-ഉമായിട്ട് ബന്ധപ്പെട്ട US-ന്റെ ഫെഡറലുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡേറ്റ ഏത് ഓഫീസിലും കയറി ചോർത്തിക്കൊണ്ട് പോകാനുള്ള പെർമിഷൻ ഈ ഡോജിനുണ്ടായിരുന്നു. അതേസമയം ഈ ഡോജിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരെല്ലാം പ്രൈവറ്റ് എംപ്ലോയീസ് ആണ്. അപ്പോൾ ഈ ഡേറ്റ ഏത് രീതിയിൽ സെക്യൂർ ചെയ്യപ്പെടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വേറെ വിഷയം. കാരണം ഈ ഡോജ് എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ഫേം അല്ല. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ചോദ്യം ചെയ്യപ്പെടുന്നത്. എന്തായാലും 2 ട്രില്യൺ എന്നതിന് പകരം 150 ബില്യൺ പോലും സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ യാഥാർത്ഥ്യം. ഫാക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എംപ്ലോയീസിനെ പിരിച്ചുവിട്ട് കുറച്ച് സാലറി എമൗണ്ട് സേവ് ചെയ്തു എന്നുള്ളതിലുപരിയായിട്ട് വേറെ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പം ഈ യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടിയാണ് ട്രംപ് ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിസഷൻ ബില്ല് കോൺഗ്രസ്സിൽ സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. US-ൽ മീസൽസ് ഔട്ട് ബ്രേക്ക്, ഈ ഒരു അസുഖം പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പാരൻസിനൊക്കെ ഒരു അഡ്വൈസറി കൊടുത്തിരിക്കുന്ന അഡ്വൈസറി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മീസൽസ് വാക്സിൻ എടുത്തു എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നാണ് പാരൻസിന് ഈ ഒരു അഡ്വൈസറി നോട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഈ സോഷ്യൽ മീഡിയ അബ്യൂസ്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പല ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെയും പല ഇലക്ടഡ് പേഴ്സൺസിനെതിരെയൊക്കെ ഈ മോക്കിംഗ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സോഷ്യൽ മീഡിയ റെഗുലേഷൻസ്, സ്റ്റുഡൻറ്റുകൾക്ക് വിസ കൊടുക്കുന്നത് പോലും ഇനി സോഷ്യൽ മീഡിയ പോസ്റ്റൊക്കെ പരിശോധിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരുന്നത്. നമ്മൾ കണ്ടതുമാണ്, നമ്മൾ അപ്ഡേറ്റ് ചെയ്തതുമാണ്. അപ്പോൾ ആ വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ന്യൂയോർക്ക് ഡിപ്പാർട്ട്മെന്റ് സിറ്റി പോലീസിന് തന്നെ ഈ ഗതികേടാണ്. അപ്പോൾ അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റ് പരിശോധിച്ചപ്പോഴത്തേക്കും അവർ തന്നെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കെതിരെ, ജഡ്ജസിനെതിരെ, മാധ്യമ പ്രവർത്തകർക്കെതിരെ, എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിനെതിരെയൊക്കെ അവർ മോക്കിംഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതെല്ലാം റെക്ടിഫൈ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ എന്തായാലും റിവ്യൂവിൽ വെച്ചിരിക്കുകയാണ്. അതായത് നിങ്ങൾ അതെല്ലാം റെക്ടിഫൈ ചെയ്തോ എന്നുള്ളത് ഫുള്ളായിട്ട് റിവ്യൂ ചെയ്തിട്ട് നിങ്ങളെ പരിഗണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഗവൺമെന്റ് ടു ഗവൺമെന്റ് റിലേഷൻഷിപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പ്രോബ്ലം അവർ റെക്ടിഫൈ ചെയ്യും. പക്ഷേ അതിന് കുറച്ച് ടൈം എടുക്കും, അത്രയേ ഉള്ളൂ. NYPD ന്യൂയോർക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് റെക്ടിഫിക്കേഷൻ എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അതിനനുസരിച്ച് അവർക്ക് ഈ ഒരു വിഷയത്തിൽ ഒരു റെസൊല്യൂഷൻ ഉണ്ടാക്കാൻ കഴിയും. അമേരിക്ക ചൈനീസ് ഓയിൽ റിഫൈനറീസിനെതിരെ സാങ്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സാങ്ഷൻ കൊണ്ടുവരാനുള്ള കാരണം ഏതാണ്ട് 500 മില്യൺ വർത്ത് വരുന്ന ഓയിൽ ട്രേഡ് ഹൂത്തികളുമായിട്ട് ബന്ധപ്പെട്ട ടാങ്കർ ഷിപ്പുമായിട്ട് ഒരു പർച്ചേസ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ കണ്ടെത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു സാങ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അമേരിക്ക ഇന്ത്യക്കെതിരെയും സാങ്ഷൻസ് നോക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പം അദാനിയെ പിടിച്ച് ഒരു ലൂപ്പിലിട്ടിരിക്കുന്നത്. അദാനി ഇറാനിൽ നിന്നും LPG പർച്ചേസ് ചെയ്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് ആരോപണം. അപ്പോൾ എന്തായാലും ഇന്ത്യ ആയതുകൊണ്ട് മാത്രമാണ് ഒരു സെക്കൻഡറി ചാൻസിലേക്ക് മാറിപ്പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സാങ്ഷൻ തന്നെ വരുമായിരുന്നു. ഇപ്പം അദാനിക്കെതിരെയുള്ള ഈ ഒരു അലിഗേഷൻ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്ക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ ഡേറ്റ ഒക്കെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അവർ കറക്റ്റ് സാഹചര്യം വരുമ്പോൾ അത് ഉപയോഗിക്കും. അതേപോലെ ഉപയോഗിക്കുന്നതാണ് ഇപ്പം. ഇനിയും എന്തെല്ലാം വിഷയങ്ങൾ അവർ ഇന്ത്യക്കെതിരെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ എന്തെല്ലാം സീക്രട്ട് ആയിട്ടുള്ള മിഷൻ ചെയ്താലും അവരുടെ ഇന്റലിജൻസ് വഴി അവരത് കളക്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിരിക്കും. അതാണ് അമേരിക്കയുടെ ഒരു പ്രത്യേകത.
ഇപ്പൊ ഇത് കൊണ്ടുവരാനുള്ള സാഹചര്യം ഇറാനെതിരെ പ്രഷർ ഇടുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഇറാൻ ഇപ്പൊ ഇത്രയും നാളും ഇറാന്റെ മേളിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സാങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്കെതിരെയാണ് ഇപ്പോഴത്തെ സാങ്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് സെക്കൻഡറി സാങ്ഷൻസ് എന്നുള്ള നിലയിലാണ് ഈ വിഷയങ്ങളെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. തികച്ചും വരും ദിവസങ്ങളിൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ സാങ്ഷൻസ് വരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ ട്രംപ് ചെയ്ത പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഫെഡറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിസ്മാൻഡിൽ ചെയ്തിരിക്കുകയാണ്, അത് പിരിച്ചുവിട്ടിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് US കോൺഗ്രസിൽ ബാക്ക് ടു ബാക്ക് ആർഗ്യുമെന്റ്. ശരിക്കും ഡെമോക്രറ്റുകൾ നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. എന്താണ് വിഷയം എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിലുള്ള ഇപ്പം ഒരു ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള, അതായത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് അഥവാ സ്കൂൾ കോളേജ് ഒക്കെ തന്നെ അതാത് സ്റ്റേറ്റുകളിലുള്ള ഗവൺമെന്റ്സ് അതിനെയൊക്കെ നോക്കുന്നതായിരിക്കും. പക്ഷേ ഇതിനൊരു ഫെഡറൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ പോളിസീസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം കൺട്രോൾ ചെയ്യുന്നതും ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ ബോർഡ് എന്നുള്ള നിലയിലാണ് ഈ ഒരു ഫെഡറൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ പോളിസികൾ റിവൈസ് ചെയ്യണം, പുതിയ എഡ്യൂക്കേഷൻ പോളിസികൾ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ സാധിക്കും എന്നുള്ള ചോദ്യമാണ്, വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഈ ഒരു വിഷയം കോടതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ട്രംപിന്റെ ഭരണകൂടമാണെങ്കിൽ കോടതികളെ തന്നെ എങ്ങനെ ഇനാക്റ്റീവ് ആക്കാം എന്നുള്ള നിലയിൽ കോടതികൾക്കെതിരെ, സുപ്രീം കോടതിക്കെതിരെ വരെ ചില പോളിസികൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ശരിക്കും ഇപ്പൊ റിപ്പബ്ലിക്കൻസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇതൊക്കെ അവർക്ക് സപ്പോർട്ടീവായിട്ട് തോന്നിയാലും പിന്നീട് ഈ ഒരു ഭരണം മാറുന്ന സമയത്ത് ഇത് റിപ്പബ്ലിക്കൻസിനെ തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതായത് പ്രത്യേകിച്ചും ഈ കോടതികൾക്കെതിരെ കൊണ്ടുവരുന്ന നിയമങ്ങൾ അതിൽ കുറച്ചുകൂടെ ചിന്തിച്ച് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തീരുമാനങ്ങൾ എടുക്കുന്നത് ഉചിതമായിരിക്കും. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യയിലായിക്കോട്ടെ ആഗോളതലത്തിൽ തന്നെ ഒരു അക്കാഡമിക്കിലോട്ട്, അതായത് ഹയർ സ്റ്റഡീസിലോട്ട് പോകുന്ന ഒരു ടൈമാണ്. ഈ ടൈമിലാണ് അമേരിക്ക സ്റ്റുഡൻസ് വിസ സാങ്ഷൻസ് ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻസ് ഒന്നും സ്വീകരിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് അമേരിക്കയ്ക്ക് കിട്ടുന്ന കോളേജ് സ്കൂൾ ഫീസ് തരത്തിലുള്ള നഷ്ടം ഒരു സൈഡിൽ ഇരിക്കെ ഇപ്പോൾ കുട്ടികളെല്ലാം തന്നെ പ്രത്യേകിച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് മറ്റുള്ള രാജ്യങ്ങളെ ചൂസ് ചെയ്യാനുള്ള ഒരു തിടുക്കത്തിലാണ്. മറ്റുള്ള രാജ്യങ്ങളെ പ്രിഫർ ചെയ്തുകൊണ്ട് US സെക്കൻഡറി ഓപ്ഷനിലേക്ക് വെച്ചുകൊണ്ട് ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് വിവിധ രാജ്യങ്ങളിലേക്ക് ആപ്ലിക്കേഷൻസ്, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസ്, ഓസ്ട്രേലിയ ഇതേപോലത്തെ രാജ്യങ്ങളിലേക്കാണ് ഇപ്പം കൂടുതൽ ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ US വിസ എന്ന് കിട്ടും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസുകൾക്ക് അക്കാഡമിക്കിൽ 1 ഇയർ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അവർ മറ്റുള്ള രാജ്യങ്ങളെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കോടതിയിൽ നിന്നും ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഒരു വിധി പാസ്സായി കിട്ടിയിട്ടുണ്ട്. അതായത് 5 ലക്ഷം ഇല്ലീഗൽ എമിഗ്രന്റിനെ പുറത്താക്കാനുള്ള പെർമിഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ ഷോക്കിങ്ങിലാണ്. കാരണം ഈ 5 ലക്ഷം പേരെ എങ്ങനെ പുറത്താക്കും? 50,000 പേരെ പുറത്താക്കാൻ തന്നെ ഏതാണ്ട് മില്യൺ കണക്കിൽ പൈസ ചിലവായി. അപ്പോൾ അതുകൊണ്ട് ഈ മിലിറ്ററി എയർക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇത്തവണ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ നടത്തണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇനി പ്രൈവറ്റ് എയർക്രാഫ്റ്റുകളുമായിട്ട്, അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളുമായിട്ട് ഡിസ്കസ് ചെയ്ത് സാധാരണ യാത്രക്കാർ യാത്ര ചെയ്യുന്ന അതേ മെത്തേഡിൽ ഈ ഒരു ഇല്ലീഗൽ എമിഗ്രന്റിനെ തിരിച്ചയക്കാനുള്ള ഒരു ശ്രമമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള ഇല്ലീഗൽ എമിഗ്രന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സാധാരണ എക്കോണമി ക്ലാസ് എയർക്രാഫ്റ്റ് കാരിയറിലായിരിക്കും ഇനിയിപ്പം ഇവരെയൊക്കെ തിരിച്ചയക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തകൃതിയായിട്ടുള്ള നീക്കങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. വൈകാതെ തന്നെ 5 ലക്ഷം പേര് അമേരിക്കയിൽ നിന്ന് പുറത്താവും. പിന്നെ 2 നാച്ചുറൽ ഡിസാസ്റ്ററാണ് അമേരിക്കയുടെ ഉള്ളിൽ നടന്നത്. ഒന്ന് കടുത്ത കാറ്റ്, അതിതീവ്രമായ കാറ്റ്. മിസൗറി, അർക്കൻസാസ്, ടെക്സസ് ഈ ഭാഗങ്ങളാണ് ഈ കടുത്ത കാറ്റിന് വിധേയമായത്. 16 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കാറ്റിൽ. അതുപോലെ തന്നെ കാലിഫോർണിയയിൽ വൈൽഡ് ഫയർ, വീണ്ടും ഏക്കറോളം ഈ ഒരു വൈൽഡ് ഫയർ സ്പ്രെഡ് ആയിട്ടുണ്ട്. ഇതിൽ എന്താണ്ട് 36 സ്ട്രക്ചറുകൾ നശിച്ചിട്ടുണ്ട്. അതായത് 36 കെട്ടിടങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ഇതാണ് കാലിഫോർണിയയിൽ നിന്ന് വരുന്ന വാർത്ത. പിന്നെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പുതിയ അറ്റോർണി ജനറലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പ് ഫോക്സ് ന്യൂസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന, ഈ കൊളംബിയയിൽ തന്നെ, ഡിസ്ട്രിക്ട് ഓഫ് കൊളംബിയയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ് ജെനീൻ പിയറോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ഒരു അറ്റോർണി ജനറൽ. ഇത് താൽക്കാലിക പോസ്റ്റാണ്, ഇന്ററീം അറ്റോർണി ജനറൽ ആയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഇതാണ് ഇന്നലെ അമേരിക്കയിൽ നടന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ്. കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്.